അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ വഴിപ്പെട്ട, അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ച മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഇടമാണല്ലോ സ്വർഗമെന്നുള്ളത്. ആ സ്വർഗവാസികൾ സ്വർഗത്തിൽ എത്തിയപ്പോൾ അവരുടെ സുഖങ്ങളെക്കുറിച്ച്, അവർ പറയുന്ന ആ സന്തോഷ വാർത്തയെക്കുറിച്ച്, അവർ സന്തോഷിച്ച് സ്വർഗത്തിൽ പറയുന്ന ആ സംസാരത്തിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നത് കാണാം. വഖാലു അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതിയാണ്. എന്തിന് സ്തുതി? അദ്ഹബ അന്നൽ ഹസന, ഇനി നമ്മൾ വിഷമിക്കേണ്ടതില്ലല്ലോ, നമ്മളിൽ നിന്ന് നീ വിഷമമെന്നുള്ളത് നീ ഇല്ലാതെ ആക്കിയല്ലോ റബ്ബേ, അതിനാണ് നിനക്ക് വലിയ സ്തുതി എന്ന് ആ സ്വർഗാവകാശികൾ പറയുമെന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ ധാരാളം ചർച്ച ചെയ്യുന്നുണ്ട്. വിഷങ്ങളെ അല്ലാഹു ഇല്ലാതാക്കി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഖീല ഹുസ്നു സയ്യിആതി വദ്ദുനൂബി വഖൗഫി റദ്ദിത്താഅതി. ഇനി നമ്മൾ ദോഷങ്ങളെ പേടിക്കേണ്ടതില്ലല്ലോ, സ്വർഗത്തിൽ എത്തിയാൽ ദോഷങ്ങളെ പേടിക്കേണ്ടതില്ലല്ലോ. അപ്പൊ എന്നും ദുനിയാവിൽ ഒരു വിഷമമാണ്, ഒരു ബേജാറാണ്, എന്നിൽ തെറ്റ് വന്നു പോകുമോ എന്നുള്ളൊരു ഭയം. ആ ഭയം ഇല്ലാതാക്കിയല്ലോ റബ്ബേ എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. രണ്ടോ, മാ കാന യഹ്സുറുഹും ഫിദ്ദുനിയ മിൻ അംരി യൗമിൽ ഖിയാമ. ദുനിയാവിൽ എത്ര സുഖത്തോടു കൂടെ ജീവിക്കുകയാണെങ്കിലും എന്നും പേടിയാണ്, എന്നും ഭയമാണ്. എന്തിനെക്കുറിച്ച്? ആഖിറത്തിനെ കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ച്, റബ്ബെന്തു ചെയ്യുമെന്നുള്ള വലിയ ഭയത്തിലാണ്, വലിയ പേടിയിലാണ് ഏതൊരു സമയം. പക്ഷേ സ്വർഗത്തിൽ എത്തിയാൽ ഇനി അത് പഠിക്കേണ്ടതില്ലല്ലോ, അത് ഭയപ്പെടേണ്ടതില്ലല്ലോ. അങ്ങനെയുള്ളൊരു വിഷമം ഇനി ഇല്ലാതെ ആയിപ്പോയല്ലോ. അതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് മഹാന്മാർ പറയുന്നത് കാണാം. വീണ്ടും മഹാന്മാർ പറയുന്നു, ഏതൊരു സമയത്തു ദുനിയാവിൽ എന്നും പേടിക്കേണ്ട ഒരവസ്ഥയാണല്ലോ. അള്ളാഹു ശിക്ഷിക്കുമോ, അള്ളാഹ് നരകത്തിൽ ഇടുമോ, ഞാൻ എത്ര ഇബാദത്തുകൾ ചെയ്താലും അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, അള്ളാഹു ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഭയം ഇനി മുതൽ എനിക്ക് ആവശ്യമില്ലല്ലോ. അതാണ് സ്വർഗാവകാശികൾ നമുക്കിനി വിഷമമില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് മഹാന്മാർ പറയുന്നത് കാണാം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിലെത്തിയാൽ പിന്നെ വിഷമമെന്നുള്ളത്, വേജാറെന്നുള്ളതില്ല. എന്താണ് ആ വേജാറെന്നുള്ളത്? അതേ ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ തെറ്റുപോകുമെന്നുള്ള പേടി, അങ്ങനെയുള്ള വേജാറുകളൊന്നുമില്ല. ഇനി സുഖമായി സ്വർഗത്തിൽ താമസിക്കാമല്ലോ എന്നുള്ളൊരു കിട്ടുന്ന സന്തോഷമല്ലോ ഉണ്ടല്ലോ, അതെല്ലാ ആ സ്വർഗത്തിലുള്ള എല്ലാ സന്തോഷത്തിനേക്കാൾ വലിയൊരു സന്തോഷമാണ് എന്നതിന് വേണ്ടിയാണ് അല്ലാഹു ഈ ആയത്തിലൂടെ അതിനെക്കുറിച്ച് നമ്മെ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനൊരു സന്തോഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം തീബി റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വർഗാവകാശികള് പറയുന്ന വാക്കെന്താണ്? എനിക്ക് ഇതുവരെ വിഷമമുണ്ടായിരുന്നു, ആ വിഷമം ഇനി ഇല്ലല്ലോ എന്നാണല്ലോ. അപ്പോൾ മനസ്സിലാക്കണം, ദുനിയാവിൽ വിഷമിക്കുന്നവനിക്ക്, ദുനിയാവിൽ സബർ ചെയ്യുന്നവൻ, ദുനിയാവിൽ ത്യാഗങ്ങൾ സഹിക്കുന്നവൻ, ദുനിയാവിൽ അല്ലാഹുവിനെ പേടിച്ചവനിക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. അതേ സമയത്ത് ദുനിയാവിൽ ഒന്നിനും പേടിയില്ല, ഒരു വിഷവുമില്ല, ഒരു വേജാരുമില്ല, അങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന് കരുതി അവൻ ജീവിക്കുകയാണ്. എന്നാൽ അവനെ കൊണ്ടൊന്നും ഇങ്ങനെ പറയാൻ പറ്റൂലല്ലോ, എനിക്ക് വേജാറുണ്ടായിരുന്നു അത് പോയി എന്ന് പറയാൻ പറ്റൂലല്ലോ. കാരണം അവൻ ദുനിയാവിൽ വിഷമിച്ചിട്ടില്ല. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്തുന്നത് ദുനിയാവിൽ കഷ്ടപ്പെടുന്നവർ, ദുനിയാവിൽ ഇത്തരത്തിലുള്ള വിഷമങ്ങൾ സഹിക്കുന്നവർ മാത്രമേ സ്വർഗത്തിൽ എത്തി അവർ പറയും, അവർക്ക് ഇങ്ങനെ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകും.
എൻ്റെ വിഷമങ്ങളെല്ലാം തീർന്നു കിട്ടി എന്ന് അവർക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പറഞ്ഞു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെ നല്ല ആവേശത്തോടു കൂടെ പറയാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.